ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോബെയിലാണ്. കോബെ ജപ്പാനിലാണ്. ഓക്കെ, കോബെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ആദ്യം നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിട്ടുള്ള കോബെ ബ്രിയാൻ. ജപ്പാനിൽ വന്നിട്ട് ഞാൻ നിങ്ങളെ ഷെർലക് ഹോംസിൻ്റെ വീട് കാണിച്ചില്ലെന്ന് വേണ്ട. വാൾ സ്ട്രീറ്റിലോട്ട് വാ, കമാ ഗോ ടുഗദർ. ഓക്കെ, ഭൂമിയിലെ തന്നെ മനോഹരമായ ഒരു സങ്കല്പത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ചർച്ച്, ട്രൈൻ, മോസ്കിൽ ഇത് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ അടുത്ത് മോസ്കും ഉണ്ട്. ഓക്കെ, സോ all in at one roof. പൊട്ടറ്റോ ചിപ്സ്, അതിലൊന്ന് പൊട്ടറ്റോ ചിപ്സ് ആണെന്ന് മാത്രം അറിയാം. ഓക്കെ, ജപ്പാൻ്റെ കോബെ എന്ന് പറയുന്നത് ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്, ഷോപ്പിംഗ് മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയാം. സോ ഡോങ്കി ഹോട്ടൽ, ഓക്കെ, ഡോങ്കി അല്ല ഡോങ്കി ഹോട്ടൽ, ഡോങ്കി ഹോട്ടൽ. ഓക്കെ, സോ കോബയിലെ ഫസ്റ്റ് ഡേ നന്നായിട്ട് ഉറങ്ങി കേട്ടോ, നന്നായിട്ട് ഉറങ്ങി. ഇവിടെ 11th ഫ്ലോർ വരെ ഉള്ളു കേട്ടോ. നമ്മൾ 2th ഫ്ലോറിൽ ക്ലോസ് ചെയ്യാം. ഇതാണ് ലിഫ്റ്റ് സ്ലോ അപ്പൂപ്പനൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പൻ എന്താ പറയുക ഇവിടെ ഹൗസ് കീപ്പിങ്ങിന് ഒക്കെ ഇതെന്തോന്ന് ആരാണ്ട് എവിടെയൊക്കെയോ പ്രസ് ചെയ്യുന്നിട്ടുണ്ട്.
മറ്റേത് അപ്പായാലും അങ്ങോട്ട് കയറി നിന്നതിൻ്റെ 32ാമത്തെ ഫ്ലോറിൽ നിന്ന് താഴോട്ടുണ്ട്. ഈ നമ്മൾ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞു. ഓക്കെ, സോ ഒത്തിരി ഏതിൽ പാവം തോന്നിട്ട് പാവം തോന്നി. റിസപ്ഷൻ കാര്യങ്ങളുണ്ട്. ഓക്കെ, സി ഇവിടെ ആണോ ബസ് നിറച്ച് ബസ് പോകുന്നുണ്ട്. പല കളറിലാണെന്നുള്ളു. ഗ്രീന്, ഇത് നാരാ കോസ്റ്റിലോട്ട്, ഇവിടുന്ന് നാരായിലോട്ടും ഉണ്ട് ബസ്. കാരണം ഞാൻ നാര എടുത്തില്ലായിരുന്നു അവിടെ നോറ്റേത് ക്യോട്ടോയിൽ നിന്നാണ്. ക്യോട്ടോയിൽ ഇവിടുന്ന് ഞാൻ പോകാമെന്ന് വിചാരിച്ചു ഒരു ദിവസത്തേക്ക്. ഓക്കെ, സോ നാരായ ബസ് കണ്ട് നിറച്ച് പോകുന്നു. എനിക്കൊന്ന് ട്രെയിനാണോ ബസ്സാണോ, ഇവിടെ എല്ലാം ഉണ്ട് ട്രെയിൻ. പക്ഷെ എനിക്കൊന്ന് ബസ് ഇവിടെ കൂടുതലുണ്ട് കേട്ടോ, കൂടുതൽ ആക്സസ് ഉണ്ട് ബസ്. ലൈക്ക് ക്യോട്ടോ നമ്മൾ ട്രെയിനല്ലല്ലോ കൂടുതൽ, ബസ്സല്ലേ ലാസ്റ്റ് ടൈം. സോ ഈ ബസ് അതിനകത്തൊന്നും ആരും ഇല്ല. പക്ഷെ അത് എന്താ പറയാ, ഇതൊക്കെ നാരാ കോച്ചു എവിടുന്നാ കയറുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ അത് അവിടെ ഞാൻ കുറച്ച് ചിറ്റാറ്റ് റിസപ്ഷനിലെ കുട്ടികൾ, അവര് ഇവിടുത്തുകാര് തന്നെയാണ്. ഓക്കെ, കോബയാണ്. സോ അപ്പൊ അവരോടാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലോക്കൽ അറിയാൻ പറ്റും കുറച്ചുകൂടെ എന്റെ ബസ്സൊക്കെ. ഫ്രം ഹിയർ ആയിട്ട് ഞാൻ ആദ്യം പറയുന്ന കണക്ക് തന്നെ നമ്മൾ കോബെ തുടങ്ങുന്നത് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൈബ്രന്റ് സിറ്റി. ഞാൻ പറഞ്ഞല്ലോ ദാറ്റ് എന്താ പറയാ, ഹിസ്റ്ററി ആൻഡ് ദിസ് ഹസിൽ ബസിൽ എവറിത്തിങ് ഇസ് ദേർ. ഓക്കെ, സോ മിക്സ്ഡപ്പ് ആണ്. നമുക്ക് ഞാൻ ഇവിടെ നല്ല സൗണ്ട് എന്താ പറയുക വണ്ടി പോകുന്നുണ്ട്. സോ ഞാനതിൻ്റെ ഇൻട്രോ ഒന്ന് പറയാം കുറച്ച് മാറി. ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോബയിലാണ്. കോബെ ജപ്പാനാണ്. ഓക്കെ, കോബെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ആദ്യമൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിട്ടുള്ള കോബെ ബ്രിയാൻ. ഓക്കെ, സോ ഹി ആക്സിഡൻ്റലി ഡെഡ് ഇൻ 2020 ജാനുവരി 26 ഒരു പ്ലെയിൻ ക്രാഷിൽ എന്താ പറയുക ഡെഡായ ഫേമസ് ആയിട്ടുള്ള കോബെ ബ്രയാനെ ഓർക്കുന്നുണ്ടാവും എല്ലാവരും. ഓക്കെ, സോ ദിസ് ഇസ് ഡിഫറെൻറ്റ്. ദിസ് ഇസ് കോബെ കൻസായി റീജിയൻ ഇൻ ജപ്പാൻ. ഓക്കെ, ജപ്പാനിലുള്ള ഒരു കൻസായി റീജിയനാണ് ഈ കോബെ എന്ന് പറയുന്ന സ്ഥലം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് എല്ലാവർക്കും എന്താ പറയുക അത്ര കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഇറ്റ്സ് വെരി ഫേമസ് ഇൻ ജപ്പാൻ ബിക്കോസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി ഇൻ ജപ്പാൻ ആണ്. അതായത് അക്കോർഡിംഗ് ടു 2023 എന്താ പറയുക 800 ബില്യൺ ഡോളേഴ്സ്. ഓക്കെ, $800 ബില്യൺ
GDP-യിൽ വന്ന ഒരു ഇതാണ് കോബെ, സ്റ്റേറ്റാണ്. ഓക്കെ, കോബെ. സോ ദെൻ യു ക്യാൻ ഇമാജിൻ, അതായത് നമ്മുടെ എന്താ പറയുക, ടോപ്പ് 10 വെൽത്തിയസ്റ്റ് സിറ്റിയിൽ ഒന്നാണ് ഇത്. ഓക്കെ, സോ ഇവിടെ വളരെ പോഷായിട്ടുള്ള ഒരു ഏരിയയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഓക്കെ, സോ മെനി തിങ്സ് ലൈക്ക് ആൻഡ് കോബെ. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹേർഡ് അബൌട്ട് മേ ബി കോബെ ബീഫ്. ഓക്കെ, സോ ഇറ്റ്സ് വെരി വെരി ഫേമസ് ആൻഡ് വെരി കോസ്റ്റ്ലി ആൾസോ ബിക്കോസ് ഓഫ് അതിൻ്റെ കിട്ടാനുള്ള എന്താ പറയുക ഷോർട്ടേജ്, മീൻസ് ഷോർട്ടേജ് അല്ല, അത് അത്രയും എന്തൊക്കെയോ സ്പെഷ്യലാണ് സംതിങ്. ഓക്കെ, സോ അതിൻ്റേതായിട്ടുള്ള അത് ഭയങ്കരമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ആവുന്ന അതിനാണ്. ഓക്കെ, സോ അത് ഒന്ന്. പിന്നെ ഒരുപാട് മ്യൂസിയം, ഓക്കെ, മ്യൂസിയംസ് ഓഫ് ആർട്സ്, ഒരുപാട് മ്യൂസിയംസ് ഉണ്ട്. പിന്നെ കാസിൽസ്, യുനോ ദാറ്റ് ഹിമേജി കാസിൽ, അതിനെക്കുറിച്ച് ആ വീഡിയോ പിന്നെ അവിടെ പോകുമ്പം പ്രത്യേകം എടുക്കാം അതിനെക്കുറിച്ച് പറയാനായിട്ട്. ഓക്കെ, സോ ഒത്തിരി പറയാനുണ്ട് ഹിമേജി കാസിൽ. ഓക്കെ, അങ്ങനെ ഒരുപാട് പിന്നെ ഷ്രൈൻസ്, പിന്നെ ഷോപ്പിംഗ്, പോർട്ട്. അതായത് ജപ്പാനിൽ തന്നെ 2 പോർട്ടുള്ള ഒരേ ഒരു എന്താ പ്രിഫെക്ചറാണ് കോബെ. കോബെ ഈസ് എന്താ പറയുക, അത് 2 പോർട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ നമുക്ക് പോർട്ടിലും പോകാം. അതൊരു ഹൈലൈറ്റ് ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും എന്താ പറയുക, ഞാൻ കഴിഞ്ഞ തവണയൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു, ഒട്ടും സ്റ്റഡി ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു കോബെ. ഇന്നലെ വന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ഓക്കെ, സോ നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഫോർമലായിട്ട് ഇൻട്രോ പറയുന്ന പോലെ ഉണ്ടല്ലേ. സോ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ നല്ല നല്ല എന്താ പറയുക കുസീൻസ്, റെസ്റ്റോറൻറ്റ്സ്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ആൻഡ് മോർ ദാൻ ഒരുപാട് ജനമൊന്നുമില്ല കേട്ടോ. ഓക്കെ, സോ പോപ്പുലേഷൻ അറൗണ്ട് 1 lakh സംതിങ് ആണ്. ഓക്കെ, അത് നോക്കണം, അത് കറക്റ്റാണോന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ ഞാൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, ഒന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. നല്ലതായിട്ട് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇറങ്ങി പോകുന്നു. അതായത് ഞാൻ പറഞ്ഞില്ല, കൻസൈ റീജിയനാണ്. അതിൻ്റെ ഒരു വെസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് മലനിരകളാണ്. ഒരിടത്ത് എന്താ പറയുക പോർട്ട്, സീ ഉണ്ട്, എല്ലാം കൂടെ വരുന്നതാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ ബസ് ആക്സസബിളാണ്. ഓക്കെ, സോ ഇവിടുന്ന് നാര, ക്യോട്ടോ, അടുത്ത പ്രിഫെക്ചർ ഒസാക്ക എന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, നിയറസ്റ്റ് പ്രിഫെക്ചേഴ്സ് ഇതൊക്കെയാണ് ഒസാക്ക, നാരോ ആൻഡ് ക്യോട്ടോ. എല്ലാം ഏകദേശം 30-40 മിനിറ്റ്സ് ബൈ ട്രെയിൻ റൈഡേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ആൻഡ് ഓൾ എബൌട്ട് കോബെ. ആൻഡ് നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഷ്രൈനിലോട്ടാണ്. ഞാൻ പറയും എപ്പോഴും ഞാൻ തുടങ്ങുന്നത് സ്റ്റാർട്ട് വിത്ത് ഷ്രൈൻ ഓർ ടെമ്പിൾ. നല്ലൊരു മോസ്ക് ഉണ്ട് ഇവിടെ. അത് ഞാൻ കേട്ട് കാണാൻ പറ്റില്ല, എവിടെയാണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അതൊന്ന് കാണണമെന്നുണ്ട്. നല്ലൊരു മോസ്ക് ഉണ്ട്. ഇന്നലെ ഒരു ചർച്ച് നമ്മൾ കണ്ടു. ഓക്കെ, നമുക്കിനി ഒരു ഷ്രൈനിലോട്ട് പോകാം. ബാക്കി വിശേഷം അവിടെ ശ്രമിച്ചു. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ലു, യു ആർ വാച്ച്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് സ്റ്റാർബക്സിൻ്റെ കോഫി ഹൗസാണ്. ഇത് ഇവിടുത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു 2 സ്റ്റോറി ബിൽഡിംഗ്. ഓക്കെ, ഇത് 2 നില 2 സ്റ്റോറി ബിൽഡിങ് 1907. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്നും നോക്കാതെ തന്നെ പറഞ്ഞപ്പോൾ 1907. കാരണം അതിൻ്റെ ഒരു വുഡൻ സ്ട്രക്ചറും അതിൻ്റെ ബിൽഡപ്പും കണ്ടുകൊണ്ടാണ്. ഓക്കെ, സ്റ്റാർബക്സ് കോഫി ഹൗസിൽ അത് നോക്ക്, വുഡൻ ഹൗസ്, അത് 1907 ഓക്കെ, മേജി പീരീഡിലുണ്ടാക്കിയതാണ് കോഫി ഹൗസ്. അതൊരു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോബെ ബീഫ് മ്യൂസിയം. അങ്ങനെ ഒരു മ്യൂസിയം ഞാൻ ആദ്യമായിട്ട് കാണുവാണ്, കേൾക്കുകയാണ്. ഓക്കെ, കോബെ ബീഫ് മ്യൂസിയം. I never heard about that. Okay, so
അതാ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ളതും എന്താ പറയുക മോഡേൺ ഏൻഷ്യൻ്റ് ആൻഡ് മോഡേൺ ആൻഡ് എന്താ പറയുക അതിൻ്റെ ഒരു കൊളാബറേഷനാണ് എന്ന് പറയാം. ഓക്കെ, രണ്ടും കൂടെ മിക്സാണ് ഇവിടെ. ഓക്കെ, പക്ഷേ ഇവിടുത്തെ പീപ്പിൾ ആർ വെരി വെരി ഗുഡ്, ക്വൈറ്റ് സൈലൻ്റ് ഏരിയ ആൻഡ് ഓൾ. ഓക്കെ, സി ഇത്രയും ഒരു ഹസിൽ ബസ്സിൽ ഒന്നുമില്ല എനിക്ക്. അതുകൊണ്ടാണ് അവിടുന്ന് ഒസാക്കയിൽ നിന്ന് വെറും 22 മിനിറ്റ്സേ ഉള്ളൂ ട്രെയിന്. അത്രയും നിയറസ്റ്റ് പ്രിഫെക്ചറാണ്. പക്ഷേ എൻ്റർലി ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ ഒസാക്ക ഞാൻ സ്റ്റേ കുറേ ദിവസം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു വന്നത്. പക്ഷേ 3 ദിവസമായപ്പോഴാണ് അവിടെ നിന്ന് ചാടി. ഐ ക്യാൻഡ്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓൾസോ ഇങ്ങനത്തെ ക്വയറ്റ് ആംബിയൻസ് ഏരിയ ഒക്കെയാണ് ഇഷ്ടം. സോ കോബെ വാക്ക് വൈൽ ഈറ്റിംഗ് കോബെ ബീഫ്. ഓക്കെ, കോബെ ബീഫ് മ്യൂസിയം കാണിച്ചു തരാം. The name of the area in Kyoto. Okay. Yeah, and also the beef which were born in Kashmir area and grown up in this area, can be called. And what's more, the female cattle, only female cattle can be called beef. Really? Yes. And when castrated. Castrated. So female and castrated cattle can be called beef. Okay. Yeah. I was gonna say, what do they do with all the steers then? So a steer is a castrated male. Yeah. So this all has to be true for it to be called Cody. Yeah. And then what's the difference in Wagyu? And actually, Kashmir beef, the high quality Kashmir beef can be called beef. Okay. Yeah, so after they are dead, they're inspected, how quality they are, and then they are labeled. Graded. Yes, and there's 6 grains in whole beef, and the more grains they got, the more modeling they have, and it's easily melted Yes. in the market. We had some Cody last time we were here a week and a half ago. Milk. നോക്ക് ഇവിടെ, അതായത് ഇത് അതാണ് ആ ബീഫിന്റെ അവിടെ ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻ കിട്ടി. ആ ബീഫിന് എന്താ പറയുക പ്രത്യേകതയുണ്ട്. അതായത് ഒരു പ്രത്യേക സ്ഥലത്താണ് അതിനെ മേയ്ക്കുന്നത്. അതായത് അതിന്റെ കാറ്റൽ ഫീൽഡ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, അവിടെ നിന്നാണ് ഈ കൊണ്ടുവരുന്നത്. ഓക്കെ, സോ അതിന് തന്നെ കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഓക്കെ, സോ I'll be back. I'm going there. Shine is there, na? So I'll be back. Okay. So ഇതിന്റെ തന്നെ ഒരു 100 ഗ്രാം അതിന്റെ ഒരു സ്റ്റീക്കിന് 100 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 5500 yen. അപ്പം മനസ്സിലാവുമല്ലോ. ജസ്റ്റ് അതായത് ഒരു സ്റ്റീക്കിന് ഉള്ള വില അത് ഇവിടെ പൊതുവെ എല്ലാം കുറവാണെന്ന് പറയുന്നിടത്താണ് ഇതിന്റെ വില. ഓക്കെ, സോ it's very costly, very expensive, and എന്താ പറയാ ഇറ്റ്സ് അവിടെ ഫോറിനേഴ്സ് ഒരു പറയുന്നുണ്ടായിരുന്നു, ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഇറ്റ്സ് വെരി ടേസ്റ്റി. അവർ വേറെ എവിടെയോ ട്രൈ ചെയ്തു, പക്ഷേ ദിസ് ഈസ് ഒറിജിനൽ പ്ലേസ്. ഓക്കെ, ഇത് ഞാൻ ഫുക്കോക്കോ രാമൻ നൂഡിൽസിൻ്റെ അത് കാണിച്ചായിരുന്നു കഴിഞ്ഞതാണ്. ഓക്കെ, ഇത്തവണ ഞാൻ ഫുക്കോ പോകുന്നില്ല. അതൊരു നല്ല ഗ്രാൻഡ് എപ്പിസോഡായിരുന്നു. മിസ്ഡ്. ഓക്കെ, കാരണം ഫുക്കോയിലായിരുന്നു രാമൻ നൂഡിൽസിൻ്റെ ഒറിജിൻ. ഓക്കെ, സോ ഞാൻ അവിടെ താമസിച്ചതും ഓക്കെ
ഇവിടെ കരിവിടെ സിഗ്നൽ ഇതില്ലേ. ഓക്കെ, സോ അങ്ങനെ ആ കൊക്കോയിൽ പോയി ഞാൻ അവിടെ ഒരു 4-5 ദിവസം എക്സ്പ്ലോർ ചെയ്തായിരുന്നു. കനാൽ സിറ്റിയും അതുപോലെ തന്നെ രാമൻ നൂഡിൽസും ഒക്കെ. അത് ചിലപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോഴും ഉണ്ടാവും, ഓടുന്നുണ്ടാവണം. ഓക്കെ, സോ അതൊരു ഭയങ്കര അത് അവിടുത്തെ ഒറിജിനൽ അവിടെയാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേപോലെ ഒറിജിനൽ ഉണ്ടായെടുത്തുനിന്ന് കഴിക്കുന്നില്ലേ നല്ലത്. നമ്മുടെ കുട്ടനാട്ടിലെ നെല്ല് അരി അവിടെ പണ്ട്, ഇപ്പോഴല്ല എനിക്കറിയില്ല, പണ്ട് അവിടുത്തെ ഏറ്റവും എന്ന് പറയുന്ന പോലെ നെല്ലറ എന്ന് പറയുന്ന പോലെയാണ് ഇത്. ഓക്കെ, സോ ഇത് കൊബെ ബീഫിൻ്റെ ഒറിജിനൽ കൊബെ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഷൈൻ എത്തിയില്ല, അതിന് മുമ്പെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇത് എന്നെ 15 ഏർലി 16th century ഉണ്ടാക്കിയതാണ്. അത് പിന്നെ എന്താ പറയുക, ഇവിടെ യൂറോപ്പിൻ്റെ എസ്പെഷ്യലി അമേരിക്കൻ്റെ ഒരു അധിനിവേശമുള്ള സ്ഥലമായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഇപ്പോഴും എന്താ പറയുക വെസ്റ്റേൺ മോഡൽ ആൻഡ് ഇവിടുത്തെ ആ ഒരു ഏൻഷ്യൻ കൾച്ചറും കൂടെ രണ്ടും കൂടെ മിക്സ്ഡപ്പ് അയക്കുന്നത്. അവരതെല്ലാം സൂക്ഷിച്ച് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഇവിടെ കാണുന്ന ഇപ്പം നമ്മൾ സ്റ്റാർബക്സിനെ കണ്ടതുപോലെ തന്നെ ആ സമയത്തുണ്ടാക്കിയ കുറേ ബിൽഡിങ് മീൻസ് ഇൻ ദ സെൻസ് എന്താ പിന്നെ യുഎസിൻ്റെയൊക്കെ. കാരണം ഒരു അന്നുണ്ടാക്കിയ കുറേ ഇവിടെ കണ്ടില്ലേ ഒരുപാട് ബ്രിട്ടീഷ് ഹൗസസ്, എന്താ പറയുക അമേരിക്കൻ ഹൗസസ്, പല എന്താ പറയുക ബെൻ ഹൗസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഒരുപാട് ഹൗസസ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. അവർ ഇതെല്ലാം ഇപ്പോൾ ഒരു മ്യൂസിയം പോലെയാണ് ഇപ്പോൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ഒരു ഓക്കെ, സോ ബ്രിട്ടീഷ് ലൈക്ക് മ്യൂസിയമാണ്. ഓക്കെ, ഇതൊക്കെ
16-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ്. ഓക്കെ, ഹൗസസ് ആണ്. ഇത് റെയിൻ ഹൗസ്. ഓക്കെ, വുഡും അവിടെ കണ്ടില്ലേ, ഇഷ്ടികയും ഒക്കെ ബ്രിക്കും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല സ്റ്റെയർ പീസ്. So today's our ബ്രിട്ടീഷ് ഹൗസ്, റെയിൻ ഹൗസിൻ്റെ മുന്നിലല്ല, അതിൻ്റെ പിന്നാമ്പുറത്ത്. ഓക്കെ, സോ ബാക്ക് യാർഡ് നല്ല ഗാർഡൻസൊക്കെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം അറിയാമല്ലോ, എപ്പോഴും ആ യൂറോപ്പ് കൾച്ചർ അനുസരിച്ച് റോസസ്സാണ് കൂടുതലുള്ളത്. പക്ഷെ അതിവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇല്ല, കാണുന്നില്ല. ഓക്കെ, സോ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, വീഡിയോസും ഫോട്ടോസും. ഓക്കെ, അലോഡ് അല്ലായിരുന്നു. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ, അതായത് സെന്നോമിയ. ഞാൻ ഒന്നും അറിയാതെ എടുത്ത സ്റ്റേഷൻ്റെ അടുത്ത്, സെന്നോമിയ സ്റ്റേഷനിലാണ് ഞാൻ കോബയിൽ റൂം ബുക്ക് ചെയ്തത്, ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഓക്കെ, അത് കോയിൻസിഡൻ്റലി വന്നതും. ഓക്കെ, ഞാൻ അറിയാതാണെങ്കിലും സെന്നോമിയയിലാണ് റൂം എടുത്തത്. ഓക്കെ, സെന്നോമിയ ഈസ് ദ മെയിൻ പോർഷനാണ്, ഇതാണ് ഹാർട്ട് ഓഫ് ദി കോബയാണ്. ഓക്കെ, സെന്നോമിയ. സോ അവിടെയാണ് ഇതെല്ലാം ഉള്ളത്, വാക്കബിൾ ഡിസ്റ്റൻസിലെല്ലാം ഉണ്ട്. ഇത് ഞാൻ അറിയാതെ എടുത്തത്. യൊക്കോഹോമയിൽ എനിക്ക് അറിയായിരുന്നു, എന്നാലും ആദ്യം പോയപ്പോഴും അറിയാതെ ഞാൻ പോയെന്ന് പറഞ്ഞു. സെയിം തിങ് ഹാപ്പൻ ഹിയർ ആൾസോ. ഒരു ഐഡിയ ഇല്ലാണ്ട് എടുത്തതാണ്. പക്ഷേ ഹോട്ടൽ വന്നതും മാരിയറ്റിൻ്റെത്. ഓക്കെ, സോ അതും വെസ്റ്റേൺ വന്നു. ഇത് ഇവിടെ വന്നപ്പോഴും കുറേ വെസ്റ്റേൺ ബിൽഡിങ്ങുകൾ, ഹൗസസുകളെന്നാണ് പറയുന്നത്. ഇതൊക്കെ വില്ലാസ് എന്നല്ല പറയുന്നത്, ഹൗസസ് അവർ കീപ്പ് ചെയ്യുന്നത്. ഇത് റെയിൻ ഹൗസ്. നമ്മൾ റെയിൻ ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുക. ഇറ്റ്സ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, സോ കുറേയൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ, കുറച്ച് എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ, സീ യു സൂൺ. ഇറ്റ്സ് മീ ലു. യു ആർ വാച്ചിങ്.
you can put in my neck. പാവം. ഓക്കെ, ഒരു അമ്മൂമ്മയായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് കയറിയത്. ഇവിടെ കുറെ സുവനീർ ഷോപ്സ് ഉണ്ട്. ഓക്കെ, ഓക്കെ. എനിക്ക് മാലയിടും കണ്ടോ, തൊടലിടുന്നു എനിക്ക്. ആ ഓക്കെ, പാവം എന്റെ തലമുടി എല്ലാം കൂടെ ഇന്ന് ടൈം കാണാം. ഓക്കെ ഓക്കെ, ഇറ്റ്സ് യാ. എന്റെ മുടിക്കകത്ത് കയറിയ പിന്നെ ഒന്നും അറിയില്ല. പാവം. എല്ലാരും വന്ന് നോക്കി വെച്ച് പോകുന്നു. ഞാൻ വെറുതെ പോയതാ. ഓക്കെ, എന്നിട്ട് പാവം ഇങ്ങനെ നിൽക്കുന്നു, നോക്കി ഇങ്ങനെ നിൽക്കുന്നു പ്രതീക്ഷയോടെ. അപ്പൊ ഏതായാലും ഒന്നും മേടിക്കാൻ ഒരു തൊടല്. ഇതെനിക്കല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ ഫീവിക്കിട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇതാണ് കണ്ടോ, മോഡേണിറ്റിയും ഏഷ്യാനിറ്റിയും കൂടെ ഒന്നിച്ച് ചേർന്ന കോബയുടെ ഒരു ബ്യൂട്ടിഫുൾ നോക്കി ചർച്ച്. ഒരു യൂറോപ്യൻസ് അവർ വന്നപ്പം അവർ സ്ഥാപിച്ച കുറേ ചർച്ചുകൾ അതെല്ലാം ഇപ്പോഴും ഉണ്ട്. ഓക്കെ, സോ ചർച്ച് ഈസ് ദയർ. അവിടെ ഷൈൻസ് ഉണ്ട്. പിന്നെ നോക്ക് ആ ഹൗസസുകൾ പഴയ മോഡൽ എല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കഫേസ്, നല്ല ഒറിജിനൽ, എല്ലാം ഒറിജിനൽ യൂറോപ്പിൻ്റെ എല്ലാം ഇതായിട്ടുള്ള. ആഹാ എന്നാ ആ അമ്മൂമ്മ തന്ന മാലയൊക്കെ ഇട്ട് തൊടലുണ്ട്. ഓക്കെ ഓക്കെ, സോ അങ്ങനെ ഇതൊരു വേറെ വൈബാണ്. കിഡ്നോ ക്ലബ്ബ്, ഇതൊരു ക്ലബ്ബാണ്. എല്ലാം എന്താ പറയുക, ആ സമയത്ത് അവർ യൂറോപ്പ് ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇവിടെ ഹൗസസ് ഉണ്ട്. കാര്യം റിച്ച് പീപ്പിൾ, സെലിബ്രിറ്റീസ് ഒക്കെ ഹൗസ് ഉണ്ട്. ഏതായാലും ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും എന്നെ ഒരു സെലിബ്രിറ്റി ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അറിയില്ല, സോ ഐ എം നോട്ട് ലുക്ക് ലൈക്ക് ദാറ്റ്, ബട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ടാക്സിയുടെ എലഗൻസി നോക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ടാക്സി. തിളങ്ങ് നോക്കണം, ബ്ലാക്കൊക്കെ കളറ് നല്ല തിളങ്ങാണ്. രാത്രിയിലൊക്കെ ഒന്ന് കാണണം. ഓക്കെ, സോ കുറേ എവിടെയോ നടന്ന് ഞാനിപ്പോൾ എൻ്റെ ടോപ്പിൽ നിൽക്കുകയാണ്. കണ്ട അവിടെ ഹില്ലുണ്ട്, അങ്ങോട്ട് വരുന്നു. ഏതോ ബസ്, അത് വേറൊരു ടൈപ്പ് ബസ്സാണ്. ഓക്കെ, ഹോട്ടലിലോട്ട് പോകുന്ന ബസ്സാണ് മിൻ ബസ്. ഓക്കെ, അങ്ങനെ എന്നാൽ വേറൊരു വൈബാണ്. ഓക്കെ, നല്ല ഒരു വൈബാണ്. ഞാൻ പറയില്ല, ഞാൻ എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ന്യൂയോർക്കിലെത്തിയ പോലെ തോന്നി. പക്ഷേ ന്യൂയോർക്കാണോ ലണ്ടനാണോ ഒന്നും മനസ്സിലാവാത്ത ഒരു ഇത്. പക്ഷേ ഇത് നല്ല എന്താ വീടുകൾ അതൊക്കെ, അത് ഓരോരോ ഹൗസിന് ഇത് ചർച്ചാണ്. ഓക്കെ, അത് ഇതിട്ട് സൂക്ഷിച്ചേക്കാണ്, ഓരോരോ പേരിട്ടിട്ട് അതിങ്ങനെ മ്യൂസിയം ആക്കിയേക്കുവാണ് ഇപ്പം. ഓക്കെ, അതിന് എൻട്രി ഫീ ഒക്കെ വെച്ചിട്ട് അതിനകത്ത് അവരുടെ ആ ഒരേ കൾച്ചറലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറേയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് ഞാൻ കുറേയൊക്കെ എടുത്തു പോയി അറിയാതെ. ഓക്കെ, അറിയാതെ എടുത്തു. ഉള്ളത് പറയണല്ലോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചാനലിൽ കൂടെ സത്യമേ പറയത്തുള്ളൂ. എടുത്ത് അറിയാതെ എടുത്ത്. ആദ്യം അറിയാതെ പോയി എടുത്ത്, പിന്നെ ക്യാമറ എന്ന് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്ത് കുറച്ചെടുത്ത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പം തൊട്ട് ആൾക്കാർ എൻ്റെ ഹോട്ടലിലും അവരും ഒക്കെ ചോദിച്ചു. ഓക്കെ, ഞാനൊരു സെലിബ്രിറ്റി ആണോ, മറ്റേ മൂവി സ്റ്റാർ ആണോ എന്നൊക്കെ ആ പാവം അവിടെ ക്യാബിലും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇപ്പോഴല്ല, ജപ്പാനിനകത്തോട്ടെ കഴിഞ്ഞ എല്ലാവരും എടുത്ത് വന്നിട്ട് ചോദിക്കും, യു ആർ ഫ്രം, അതായത് രണ്ടും അല്ലാത്തൊരു ഇന്ത്യനും അല്ല യൂറോപ്പും അല്ലാത്തൊരു ഒരു സൈസ് അല്ലേ ഞാൻ. സോ എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ടാണ്, ഇത് ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, ഇനി അവരറിയാത്ത ഏതെങ്കിലും രാജ്യമുണ്ടോ? സോ ഇറ്റ്സ് എ ഫണ്ണി തിങ്. ഓക്കെ, എൻ്റെ ഇപ്പം നല്ല വെയിൽ വരുന്നു. എൻ്റെ ഷെയ്ഡ്സും എടുത്തില്ല. എനിക്ക് ഒട്ടും ഇതിൽ നോക്കാൻ പറ്റില്ല. എനിവേ, ബൈ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. നോക്ക്, ഒഴുകി ഇറങ്ങി വരുന്ന കണക്കാണ്. ആ കാറ് വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. നല്ലൊരു ബ്ലാക്ക് എല്ലാത്തും ഉണ്ടാവും. നോക്ക്, ഒരപ്പൂപ്പനാണ് ഡ്രൈവർ. സോ ഓക്കെ, ബൈ.
വീഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ഒന്നുമില്ല. ഞാൻ ഓൺ ചെയ്യാൻ മറന്നു പോയി. ഇതൊക്കെയാണ് എൻ്റെ കുഴപ്പം. ഡൗൺ ലോക്കിംഗ് ആയിരുന്നു, ഇനി മേപ്പോട്ട് കയറുക. ഓക്കെ, അപ്പോഴാണ് വീഡിയോ എടുത്ത്. ഓക്കെ, ഇപ്പം നല്ല ഇതായി. ഞാനൊരു 4-5 ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അകത്ത് കേട്ടോ. ഇതെല്ലാം കൂടെ വലിച്ചു വാരി, കാരണം രാവിലെ ഇത് കണ്ടപ്പോൾ. പക്ഷേ സണ്ണി ആയിരുന്നു, ഞാൻ വെതർ നോക്കിയതായിരുന്നു. എൻ്റെ കുഴപ്പമാണ് ഷെയ്ഡ്സും ഇതും എടുക്കാൻ. ഓക്കെ ഓക്കെ, ഒരുപാട് കുസീൻസ് ഉണ്ട്. എന്താ 1:30 കഴിഞ്ഞ് 1:34 അങ്ങനെ ഇങ്ങനെ നടക്കുക. ഒരുപാട് കുസീൻസ് ഉണ്ട്. സോ ഇതുപോലെ ഉണ്ട്, നല്ല നല്ല കാഴ്ചകളായിട്ട് വരും. ഒരു മനുഷ്യരില്ല, ഞാൻ പറയായിരുന്നു ഏറ്റവും ഈവനിങ്ങിലൊക്കെ വരാനും നല്ല ഇതാണ് നാട്ടിൽ ചെയ്യാൻ നടക്കുന്നതെന്നുള്ളത്. പക്ഷെ എന്നാലും വേറെ ഇതായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ 5-6 വലിച്ചു കയറ്റിയതിൻ്റെ ഒരു ചൂടേ ഉള്ളൂ. സോ ദിസ് ഈസ് വാട്ട് ഓബയുടെ ഒരു സൈഡ്. വാക്ക് വിത്ത് മീ, അത് നമുക്ക് ഓടാം. റൺ വിത്ത് മീ. കയറ്റമാണ്, കയറ്റം ഓടിക്കണം. സോ കയ്യിൽ അവിടുന്ന് കുക്കീസൊക്കെ. നമ്മളിവിടെ വന്നിട്ട് യൂറോപ്യൻ വേണ്ട പിന്നെ ഞാൻ വിടുമോ? അത് ഇവിടുത്തെയും കൂടെ മിക്സായ എൻ്റെ പകുതി പൈസ ലഗേജിന് പോകുന്ന ഈ കുക്കീസാണ്. ഓക്കെ, എന്നോട് പുള്ളിക്കാരൻ പ്രത്യേകം നീ ഒന്നും മേടിക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് ഇവിടെ ഫ്രിഡ്ജ് തൊട്ടിരിക്കുന്നില്ല. പക്ഷേ കൺട്രോളില്ലാത്ത ചില കാര്യങ്ങളുണ്ട് എനിക്ക്. അതിലൊന്നാണിത്. ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞു ആദ്യമായിട്ടൊറ്റയ്ക്ക് യാത്ര തുടങ്ങിയ സമയത്ത് ഒരു 10-12 രാജ്യം വരെ ഒന്നും മേടിക്കാതെ കാണുന്നു. അധികം ഒന്നും മേടിക്കാതെ, മീൻസ് കമ്പയർഡ് ടു ജപ്പാൻ. ഓക്കെ, സോ അത്രയും കയറ്റായിരുന്നു. ഇത്രയും വന്നപ്പം തൊട്ട് ഇവിടെ രാവിലെ കൊണ്ട് വയ്യോളം നടക്കുക. എന്നിട്ടും എൻ്റെ ഇത് എന്താ പറയുക, ബോഡി ശരിയായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രീത്ത് വരുന്നത്. ഓക്കെ, സോ എന്നാലും ചിലതൊക്കെ കാണുമ്പോൾ മേടിക്കാതെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്യാൻ വയ്യ എനിക്ക്. ഓക്കെ, അവിടെ വൈകിട്ടൊരു കോഫിയോ ചായയോ ആയിട്ടിരിക്കുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു റിഗ്രറ്റ്. സോ ദിസ് ഇസ് വാട്ട്. ഓക്കെ, wait, Neelu, you are watching? Okay. ഇപ്പോൾ കാറ്റത്ത് ഞാനും മുടിയും എല്ലാം കൊണ്ടും. ഓക്കെ, പോയി. നമുക്കൊരു ഗസ്റ്റ് ഹൗസിലോട്ട് പോയാലോ? ഓക്കെ, ജപ്പാനിലെ എൻ്റെ ഗസ്റ്റ് ഹൗസാണിത്. ഓക്കെ, കിട്ടണോ മാനർ. ജപ്പാനിൽ വന്നിട്ട് ഞാൻ നിങ്ങളെ ഷെർലക് ഹോംസിന്റെ വീട് കാണിച്ചില്ലെന്ന് വേണ്ട. വാൾ സ്ട്രീറ്റിലോട്ട് വാ, കം ഓൺ, ഗോ ടുഗദർ. ഓക്കെ, നമ്മൾ നടന്ന് ഷ്രൈനെത്തി. ഓക്കെ, ദിസ് ഇസ് എ ഫേമസ് ഷ്രൈൻ. നമ്മൾ നടന്ന് ഷ്രൈനെത്തി.
സങ്കല്പത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ചർച്ച്, മോസ്കിൽ ഇത് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ അടുത്ത് മോസ്കും ഉണ്ട്. ഓക്കെ, സോ ഓൾ ഇൻ അറ്റ് വൺ റൂഫ്. ബ്യൂട്ടിഫുൾ. നമ്മൾ കാനകാവയിലൊക്കെ ഞാൻ ഓടി നടന്ന് 3-4 ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ച് ഞാൻ ഓടിപ്പോയില്ലേ. ആ എന്താ പറയുക, ഇതുപോലുള്ള ഏരിയ കാണാനും. അത് പക്ഷേ ന്യൂ ജൻ ഹൗസസ് ഒക്കെ, ഇത് ഓൾഡ് ഹൗസസും ആ പഴയ എന്താ പറയുക യൂറോപ്പും എന്താ ഇതും കൂടെ ചേർന്ന കൾച്ചർ, ബ്രിട്ടീഷ് ഹൗസസ് എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു അലീസ്, നല്ല 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 സൂപ്പർ അലീസ്. ഇത്രയും ടൂറിസ്റ്റുകളും വരുന്നുണ്ട്, എന്നിട്ടും ഇവിടെ നോക്ക് എത്ര ക്വയറ്റ് ആൻഡ് സൂപ്പർ അലീസ് ആൻഡ് സൂപ്പർ അമേസിങ് എക്സ്പീരിയൻസ്. ചർച്ച്, മോസ്ക് ആൻഡ് ടെമ്പിൾ, ഷ്രൈൻ. ഓക്കെ, ഇസ് ദയർ ടോപ്പിൽ. നമ്മൾ താഴെ വന്നു. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇതിൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റും. Okay. Okay, bye-bye. This is Don Quixote. ഓക്കെ, ഞാൻ കോബയിലുള്ള ഒരു വലിയ സ്റ്റോറാണിത്. ഓക്കെ, എന്താ പറയുക, ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, ഷോപ്പിംഗ് മോളാണ്. എല്ലാം ഉണ്ട്. എല്ലാം നമ്മുടെ എന്താ പറയുക, എല്ലാം ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞ കണക്ക് എല്ലാം ഉണ്ട്. 4 ഫ്ലോറിലായിട്ട് കോസ്മെറ്റിക്സ്, അത് ഇത് എല്ലാം ഇവിടെ കുറേ ഈറ്റബിൾ ഐറ്റംസ് ഒക്കെയാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. 4 ഫ്ലോറിൽ കുറേ ഒന്നും എടുത്തില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ട്. അത് എനിക്ക് കുറേ സെർച്ച് ചെയ്യണമായിരുന്നു, കുറേ സാധനമൊക്കെ മേടിക്കുന്നു നോക്കണമായിരുന്നു. സാധനം വെച്ചാൽ എനിക്ക് സൂട്ട് കേസ് വേണമായിരുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന ഇവിടെ നിന്ന് ആ കുട്ടി പറഞ്ഞു. ഇതൊക്കെ ഈറ്റബിൾ ഐറ്റംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഉണക്കി പലതും ജപ്പാനീസിൽ എഴുതി വെക്കുന്നത് കഷ്ടമാണ്. നമുക്ക് കണ്ടു മേടിക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഫ്രൂട്ട്സ് ചുമ്മാ അല്ല, വേറെ എന്തൊക്കെ എൻ്റെ ഇറച്ചിയോ ഉണക്കമീനോ ഒക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇത് കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഉണക്കി വയ്ക്കും ഡ്രൈ ആയിട്ടൊക്കെ. സോ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. എവിടെ നോക്കിയാലും കാണാം ഉണക്കമീൻ തൂക്കിയിട്ടേക്കും. ഓക്കെ, നട്ട്സ് എന്താ ഞാൻ അതൊക്കെ പീനട്സ് ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം എന്നെ ഇതിനെന്താ വെയിറ്റ് ഇരിക്കുന്നു. എന്നാലും മേടിച്ചോണ്ടിരുമ്പോൾ എല്ലാത്തിനും വെയിറ്റ് ആകുമ്പോൾ എന്നെ വഴക്ക് പറയും. പക്ഷേ ഇഷ്ടമാണ്, നന്നായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ എല്ലാം ഉണ്ട്. മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചേക്കുന്നുണ്ടോ, ഇങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങി തൂക്കിയിട്ടേക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഇവിടെ അങ്ങനെ കിട്ടും. മുട്ട ബോയിൽ ചെയ്ത് ബോയിൽഡ് എഗ്ഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഇത് പീനട്സിൻ്റെ ആണ്. നമ്മളെ കഴിച്ച കൊളസ്ട്രോളാണ്, ഓടുന്നോ ചാടുന്നോ ഒന്നുമില്ല. ഓക്കെ, കുറേ ഉണ്ട്. ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതേ ഉള്ളൂ. ഓക്കെ,
കൊയ്ക്കിയ പൊട്ടറ്റോ ചിപ്സ്. അതൊന്ന് പൊട്ടറ്റോ ചിപ്സ് ആണെന്ന് മാത്രം അറിയാം. ഓക്കെ, ജപ്പാൻ്റെ കോബെ എന്ന് പറയുന്നത് ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്, ഷോപ്പിംഗ് മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് എന്നല്ല, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയാം. സോ ഡോങ്കി കോട്ടെ, ഓക്കെ, ഡോങ്കി അല്ല, ഡോങ്കി കോട്ടെ, ഓക്കെ. സോ അതാണ് അവിടെ നിന്ന് കുറേ സാധനങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, സോ ഓൾ ഇൻ വൺ എല്ലാം ഉണ്ട്. വലിയ സൂട്ട് കേസ് തൊട്ട് ചിപ്സ് തൊട്ട് സ്നാക്സ് തൊട്ട് ഇതെല്ലാം ഉണ്ട് ആയിട്ട്. പിന്നെ വേണ്ട ചെറിയ ക്രാബ്, കോബയില് സെനോമിയയിലാണ്. ഓക്കെ, സെനോമിയയിൽ ഒരു സ്ട്രീറ്റിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ അധികം ഏറ്റവും വലിയ ട്രാഫിക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടോ. സോ ഇത്രയേ ഉള്ളൂ. ഇത് പീക്ക് ടൈമാണ്, പീക്ക് ടൈം ആയതുകൊണ്ടാണ് ഇത്രയും.